ഇനി വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ വേണ്ട, പുകയും കരിയും ഇല്ലാതെ എങ്ങനെ വിളക്ക് കത്തിക്കാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടോളൂ, സ്കിപ്പ് ചെയ്യാതെ. പാല് കുടിക്കാൻ മാത്രമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളിൽ പലരും ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത നല്ല കിടിലൻ ടിപ്പുകളാണ് കേട്ടോ. അപ്പം നേരെ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വിനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടികല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാജീരകമില്ലേ, അതാണ്. ഇനി നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കാം. നല്ലതുപോലെ പൊടിക്കണമെന്നൊന്നുമില്ല. ഈ ഏലക്കയൊക്കെ ഒന്ന് പൊട്ടിയാൽ മതി. അതുപോലെ തന്നെ ജീരകവും ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാറില്ലേ, അപ്പോൾ നമ്മൾ ആ കാപ്പിപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണിത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏലക്കയും ജീരകവും പൊടിച്ചത് നമ്മുടെ ഈ കാപ്പിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ. മലയാളികളായ നാം കട്ടൻ കാപ്പി കുടിക്കാത്തവരല്ലല്ലോ. രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുന്നവരാണ്, അതായത് ബ്ലാക്ക് കോഫി കുടിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോൾ ഈ രീതിക്കൊന്ന് ചെയ്ത് വെച്ച് നോക്കുക. നിങ്ങളുടെ കാപ്പിപ്പൊടി പാത്രത്തിൽ അല്ലെങ്കിൽ ആ കാപ്പിപ്പൊടി ടിന്നിൽ ഇതുപോലെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് ഒന്ന് ചേർത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ കോഫി കുടിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പച്ചക്കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം അല്ലേ. കപ്പയും മീൻകറിയും, കപ്പയും ബീഫ് കറിയും, കപ്പയും ചിക്കൻ കറിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ കപ്പ ചെണ്ട പുഴുങ്ങാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കോട്ടയംകാരൊക്കെ ചെണ്ട പുഴുങ്ങാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്ന ടിപ്പ് വേറൊന്നുമല്ല. കപ്പ ഇതുപോലെ നമ്മൾ ചെണ്ട പുഴുങ്ങാന്ന് പറയുമ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടാണല്ലോ പുഴുങ്ങുന്നത്. അപ്പോൾ സാധാ ചുമ്മാ ഇങ്ങനെ പുഴുങ്ങി വെള്ളം ഒഴിച്ച് ഇങ്ങനെ പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ കപ്പ പുഴുങ്ങുമ്പം നിങ്ങളിനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക അല്പം, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ കപ്പ പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ചൂടോടുകൂടെ ഇങ്ങനെ കാന്താരിമുളകൊക്കെ പൊട്ടിച്ചതും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. കൂടി ഒരു കട്ടൻ കാപ്പിയും കൂടെ വേണം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കാലിയായ കോൾഗേറ്റ് പേസ്റ്റിൻ്റെ കവറാണ് കേട്ടോ. അപ്പോൾ സാധാരണ പേസ്റ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കവർ എന്താ ചെയ്യുക? ഡസ്റ്റ്ബിന്നിൽ കളയും, അത്ര തന്നെ അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് വേറെ ഒരു ഉപയോഗവും ഇല്ല എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ അധികം പേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാലിയായ ടൂത്ത് പേസ്റ്റ് കവറിലെ പേസ്റ്റ് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പം ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പേസ്റ്റിൻ്റെ അംശമൊന്നുമില്ല, അത്രയ്ക്ക് നന്നായിട്ട് തന്നെ ക്ലീനാക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലെ ഓയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ, പാം ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് സാധാരണ കവറിൽ നിന്നും ബോട്ടിലേക്ക് മാറ്റാറുണ്ടല്ലേ. അപ്പോൾ സാധാരണ ഇതുപോലെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പം കറക്റ്റായിട്ടിട്ട് ഒഴിച്ചില്ലെങ്കിൽ എണ്ണ വെറുതെ നഷ്ടമായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇച്ചിരി പ്രായമുള്ളവരൊക്കെയാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ണൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ എല്ലാം താഴെ പോകും അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്കിതുപോലെ ഈ ഒരു ഫണൽ പോലെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് ഈ പേസ്റ്റിൻ്റെ ഈ ഒരു മുകൾ ഭാഗം. അതിനുശേഷം അതിലൂടെ നമ്മളിങ്ങനെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നോക്കിക്കേ എന്ന ഈസി ആയിട്ടാണ് നമുക്കിത് ഒഴിക്കാൻ പറ്റുന്നതെന്ന്. പണ്ട് കാലത്ത് ഇങ്ങനെ ചോർപ്പെന്നൊക്കെ പറയുമായിരുന്നു, ചോർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ എപ്പം നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഒഴിക്കാം. അതിനുശേഷം ക്ലീൻ ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ എണ്ണയെല്ലാം നമ്മൾ ഒഴിച്ചു, എണ്ണ പോലും ശകലം പോലും താഴെ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ മുകൾ ഭാഗം കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഇനിയിപ്പോൾ വേണ്ട ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ തേങ്ങ ചിരകുമ്പം ആ ഒരു ചിരവയുടെ നാക്കെന്നൊക്കെ പറയും അല്ലേ. അപ്പം ചിരവ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പൂച്ച വീട്ടിലുണ്ടെങ്കിൽ പൂച്ച കീറും, പ്രാണികൾ, ഈച്ച, അതുപോലെ കൂവീച്ച, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വന്നിരുന്ന് രോഗാണുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പം നമ്മൾ ചിരവ ഉപയോഗിച്ചാലും അത് ഇങ്ങനെ അടച്ചു വെക്കണം. നമ്മൾ ചിരവ വാങ്ങിക്കുമ്പം ഇതിനൊരു കവറൊക്കെ കിട്ടും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒരു കവർ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കേ അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ ഒരു പൂച്ച
പൂച്ചയോ ഒന്നും വന്ന് ഇതിൽ നക്കത്തില്ല. സാധാരണ തേങ്ങയൊക്കെ പൂച്ചയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും അവർ ചിരവയുടെ ആ ഒരു ഭാഗത്ത് ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരും, പൂച്ച വന്നിട്ട് നക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചോ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കണം. പേസ്റ്റിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല, അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ 2 ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കവർ ഉണ്ടെങ്കിൽ എടുത്തോ, ഈ 2 ടിപ്പും എന്നിട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ എണ്ണയൊക്കെ ഒഴിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് വെക്കുമ്പം എണ്ണയൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് ആ ഭാഗത്തെല്ലാം, ഇത് വെക്കുന്ന ഭാഗത്തെല്ലാം എണ്ണയുടെ പാടുണ്ടാകും. അപ്പോൾ പല വട്ടം ആയിക്കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു വെക്കുന്നിടത്ത് മുഴുവനും ഇതുപോലെ എണ്ണ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും. അപ്പോൾ അത് നമുക്കൊന്ന് തടയാൻ വേണ്ടിയിട്ടൊരു ടിപ്പാണ്. ഇതുപോലത്തെ ബിരിയാണിയുടെ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കട്ടി കുറഞ്ഞ പാത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഈ ഓയിൽ ബോട്ടിലെടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകം മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സുരക്ഷിത, ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. അപ്പം നമുക്ക് ഈസി അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കളയരുത്, ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമേ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഫുഡൊക്കെ ചൂടാറാതെ വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലേദിവസമൊക്കെ കടല, പയറ്, പരിപ്പ്, ഇതുപോലുള്ള ഗ്രീൻ പീസ് ഇതൊന്നും നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് കുതിർത്തിയെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ്. ഇതിപ്പോൾ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂട് വേണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അരമണിക്കൂർ കൊണ്ട് നമുക്കിത് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ നമുക്കിത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ചോറും രാവിലത്തെ കാപ്പിയുടെ സമയത്ത് നമ്മുടെ ചോറും കറികളും ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്കിതും കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇനി തലേദിവസമേ കടലയും പയറും ഒന്നും വെള്ളത്തിലിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തു. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. സോപ്പ് പൊടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് സോപ്പ് പൊടി ഒന്ന് അലിയിച്ചിട്ട് എടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു എസൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പുൽത്തൈലമാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം. എൻ്റെ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇച്ചിരി ചെറുതാണിത്. ഒരു 1/4 ഭാഗത്തോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ മിച്ചം വരുന്ന ഓയിൽ. ചിക്കനോ നമ്മൾ എന്ത് വറക്കുകയോ പൊരിക്കുകയോ ചെയ്തിട്ട് മിച്ചം വരും, നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഓയിലുണ്ടെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ചെടുത്ത് വെച്ചോണം. അപ്പോൾ ഇതിപ്പം ചിക്കൻ വറുത്ത ഓയിലാണ്. അത് ഞാനിങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് ഒരു തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വിളക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. നോക്കിക്കേ എത്ര നന്നായിട്ടാണ് കത്തുന്നതെന്ന്. അപ്പം മണ്ണെണ്ണയൊന്നും വേണ്ട കേട്ടോ ഇനി വിളക്ക് കത്തിക്കാൻ. മണ്ണെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് മിച്ചം വരുന്ന ഓയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ആ സോപ്പ് പൊടിയും എസൻഷ്യൽ ഓയിലും ഒക്കെ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പറയാം, ഈ വിളക്ക് കത്തുമ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത പുൽത്തൈലത്തിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. സോപ്പ് പൊടിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിയിലൊന്ന് വെള്ളം കിടക്കും. മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത ആ ഓയിൽ അത് കിടക്കും. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കത്തിക്കുകയാണെങ്കിൽ ഇതിന് കരിയില്ല, അതുപോലെ തന്നെ പുകയും ഇല്ല. പിന്നെ നല്ല ഒരു സുഗന്ധവും കൂടി ഉണ്ട് ഇത് കത്തിച്ച് വയ്ക്കുമ്പോൾ. ഇനിയിപ്പം മഴക്കാലത്തൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എങ്ങനെ ഇനി നിങ്ങൾ എന്തെങ്കിലും വറക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്ത ഓയിൽ കളയുമോ? അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമൊക്കെ നമ്മൾ എത്ര അലക്കിയെന്ന് പറഞ്ഞാലും ഒരു മഞ്ഞ നിറമൊക്കെ ഉണ്ടാകും അല്ലേ. പ്രത്യേകിച്ച് ആക്സിലിയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ മഞ്ഞ നിറം പോകത്തേ ഇല്ല. അപ്പം നമ്മുടെ മഞ്ഞ നിറമൊക്കെ പിടിച്ച വസ്ത്രങ്ങൾ, അതായത് വെള്ള വസ്ത്രങ്ങൾ നമുക്ക് പുതുപുത്തനാക്കിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, എന്നാൽ തീരെ ചൂട് കുറയാനും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സോപ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാല്, ഇത്രയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാല് നമ്മൾ പശുപാലാണ് എടുത്തിരിക്കുന്നത്.
എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. അതിനുശേഷം നമുക്ക് ഏത് വസ്ത്രമാണോ മുക്കി വെക്കേണ്ടത് അത് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് മുക്കി വെക്കുക കേട്ടോ. അത് കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടെല്ലാം തുണി എല്ലായിടത്തും ഒന്നും ഇങ്ങനെ നന്നായിട്ട് മുക്കി വെക്കണം. അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഇനിയിപ്പോൾ കല്ലിൽ അടിച്ചിളക്കുവോ വാഷിംഗ് മെഷീനിൽ ഇടുവോ ഒന്നും ചെയ്യേണ്ട. വെറുതെ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഒലച്ച് തിരുമ്മി നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞ് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും നല്ലൊരു നിറം വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ ഒലച്ച് പിഴിഞ്ഞ് തുണി ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഇതുണ്ട്. ഇപ്പം നമ്മുടെ തുണി നോക്കിക്കേ, എല്ലാം നല്ല പുത്തൻ പോലെ ആയില്ലെന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വസ്ത്രങ്ങൾക്കൊക്കെ മഞ്ഞ നിറം പിടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിലൊക്കെ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ കളർ മങ്ങിപ്പോയ പഴയതെന്നുപോലെ തോന്നിക്കുന്ന വെള്ള തുണികളൊക്കെ നല്ല പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.